ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തി. ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഉപകരണങ്ങൾ എത്തിച്ചതോടെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ തുറന്നുപറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസിന്റേത് സർവീസ് ചട്ടലംഘനമാണെന്ന് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുണ്ട്. ഇതിൽ നടപടിയുണ്ടായേക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന ഡോക്ടർ ഹാരിസിന്റെ തുറന്നുപറച്ചിലൂടെ ആരോഗ്യ സംവിധാനത്തിന്റെ കണ്ണ് വേഗം തുറന്നു. ആരോഗ്യമന്ത്രി ഇടപെട്ട് ഉപകരണം എത്രയും വേഗം എത്തിക്കാനുള്ള ഇടപെടൽ നടത്തി. ഇന്ന് രാവിലെയോടെ ലിത്തോക്ലാസ്റ്റ് പ്രോബ് ഉപകരണം ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മാറ്റിവെച്ച 4 ശസ്ത്രക്രിയകളും മുൻകൂട്ടി നിശ്ചയിച്ചവയും യൂറോളജി വകുപ്പിൽ ചെയ്തു തുടങ്ങി. ചില സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള പ്രോബും ഇന്നലെ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. അതിനിടെ സംഭവം അന്വേഷിക്കുന്ന 4-അംഗ വിദഗ്ധ സമിതി വിവിധ വകുപ്പ് മേധാവികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിലൂടെ തുറന്നുപറച്ചിൽ നടത്തിയത് സർവീസ് ചട്ടലംഘനമാണെന്ന് വിദഗ്ധ സമിതി വിലയിരുത്തി. വിശദമായ റിപ്പോർട്ടിന് ശേഷം ഡോക്ടർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. നടപടിയുണ്ടായാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് KGMCTA മുന്നറിയിപ്പ് നൽകി. പുറകെ നടന്ന് ഓരോ ഫയലും എവിടെയിരിക്കുന്നു, എങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഫോളോ അപ്പ് ചെയ്യാൻ ഒരു HODക്ക് സമയം കിട്ടിയെന്നിരിക്കില്ല. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ഉപകരണക്ഷാമം വിവിധ വകുപ്പുകളിലുണ്ടെന്ന് മറ്റു മേധാവികളും വിദഗ്ധ സമിതിക്ക് മുമ്പാകെ തുറന്നു പറഞ്ഞു. ഉപകരണം വാങ്ങുന്ന കാര്യത്തിലടക്കം കാലോചിതമായ പരിഷ്കാരങ്ങൾ വിദഗ്ധ സമിതി സർക്കാരിന് മുമ്പാകെ നിർദ്ദേശിച്ചേക്കും. ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന വസ്തുത വിദഗ്ധ സമിതി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു വകുപ്പ് മേധാവി ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെയ്തോ എന്നുള്ള ചോദ്യവും വിദഗ്ധ സമിതിക്ക് മുമ്പാകെയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1.